അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തെ പറ്റിയുള്ള നമ്മുടെ ചർച്ച നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ 1-2 വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ശീലങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും നമ്മൾ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല ശീലങ്ങളുണ്ടാവും. ചിലപ്പോൾ അതെല്ലാ ദിവസവും കൃത്യമായിട്ടിരുന്ന് പഠിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതായിരിക്കാം, എല്ലാ ദിവസവും ഓടാൻ പോകുന്നതായിരിക്കാം, അങ്ങനെ പലതും ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു നല്ല ശീലം എളുപ്പത്തിൽ തുടങ്ങുക? ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ചില ടിപ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തേത്, ഈ ശീലം തുടങ്ങാനായിട്ട് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും ഈസി ആക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ടുണ്ടാവുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫിസിക്സ് പഠിക്കണം എന്നുള്ള ശീലമാണ് തുടങ്ങാൻ ആഗ്രഹമെങ്കിൽ ഫിസിക്സ് പുസ്തകം എടുത്ത് മേശപ്പുറത്ത് തന്നെ വെക്കുക. അപ്പം നിങ്ങൾ ഓരോ തവണ ആ മുറിയിലേക്ക് വരുമ്പോൾ ഈ മേശപ്പുറത്ത് പുസ്തകം നിങ്ങൾ ഈ ഹാബിറ്റ് തുടങ്ങാനായിട്ട് ഓർമ്മിപ്പിക്കും. എല്ലാ ദിവസവും രാവിലെ ഓടാൻ പോകണമെന്നാണെങ്കിൽ തലേ ദിവസം കിടക്കുന്നതിന് മുൻപ് റണ്ണിങ് ഷൂസ് എടുത്ത് റെഡിയാക്കി, സോക്സ് ഉൾപ്പെടെ കൃത്യമായിട്ട് റെഡിയാക്കി വളരെ എളുപ്പത്തിൽ അങ്ങ് വെച്ചേക്കാം. ഇനി രണ്ടാമത്തത്, ഈ ഹാബിറ്റിന്റെ സ്റ്റെപ്സ് ഏറ്റവും ഈസി ആക്കുക എന്നുള്ളതാണ്. ഒറ്റ ദിവസം തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ 50 പേജ് നമുക്ക് ഒരുമിച്ച് വായിക്കാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആ 50 പേജിനെ 5 പേജ് വീതമുള്ള പല പല ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചാൽ നമ്മുടെ ഈ ടാസ്ക് കുറച്ചും കൂടി എളുപ്പമായി. അപ്പോൾ 5 പേജ് വായിക്കുക, ചെറിയൊരു ബ്രേക്ക് എടുക്കുക, അടുത്ത 5 പേജ്, വീണ്ടും ചെറിയൊരു ബ്രേക്ക്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ഹാബിറ്റിനെയും ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരോ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി മൂന്നാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഹാബിറ്റ് എത്രയും അട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. പഠിക്കണമല്ലോ, അയ്യോ എനിക്ക് വയ്യ, ഇതെന്തൊരു ബോറാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ പഠിത്തം എന്നുള്ള ഹാബിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി പഠനമോ അതല്ലെങ്കിൽ ജിമ്മിൽ പോക്കോ ഏത് ഹാബിറ്റാണോ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഉണ്ടെങ്കിൽ, അതായത് എല്ലാ ദിവസവും ഞാൻ ഇത്രയും പഠിച്ചു, ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയും കിലോമീറ്റർ ഓടി, ഇന്ന് ഞാൻ ജങ്ക് ഫുഡ് ഒന്നും കഴിച്ചില്ല, ഇന്ന് ഞാൻ ആരോഗ്യപരമായിട്ടുള്ള നല്ല ഭക്ഷണം മാത്രമേ കഴിച്ചുള്ളൂ, ഈ രീതിയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹാബിറ്റിൽ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർന്ന് പോകാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇനി നല്ല ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തതായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് കുറച്ച് സ്റ്റെപ്സ് നടന്നു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിജയം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ റിവാർഡ് കൊടുക്കാം. അത് ചിലപ്പോൾ ചെറിയൊരു ഔട്ടിംഗ് ആയിരിക്കാം, ഒരു കോഫി ആയിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു മിഠായി ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു ഹാബിറ്റിലോട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നടന്നു തുടങ്ങിയാൽ നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യാനും മറക്കരുത്. ഒരു കാര്യം ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഹാബിറ്റ് ചിലപ്പോൾ 1 മന്ത് ഫുള്ളായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ ഒരാഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഈ ഹാബിറ്റ് കീപ്പപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിജയമാണ്. 2 ദിവസം പോയാലും കുഴപ്പമില്ല, വീണ്ടും ആ ഒരു പാത്തിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് നോക്കുക. അപ്പോൾ ഇനി ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് വീണ്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇനി സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.